റോപ്പിൻഹോൾ എന്ന് പറയപ്പെടുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, ഒരു ടാബ്ലറ്റ് ആണ്. അത് റേപ്പ് ഡ്രഗ് എന്ന് അറിയപ്പെടുന്ന അതീവ ഗുരുതരമായ ഒരു ലഹരി പദാർത്ഥമാണ്. റേപ്പ് ഡ്രഗ് തന്നെയാണ്, ഫാം ഡ്രഗ് എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഫാം ഹൗസുകളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും അവർക്ക് മനസ്സിലാവില്ല ആ 8 മണിക്കൂർ എന്താ സംഭവിച്ചത്. റേപ്പ് ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം MDMA-യും ആ രീതിയിലൊക്കെ ഈ ജ്യൂസിലൊക്കെ കലർത്തി കൊടുത്തിട്ട് ഇത് പലപ്പോഴും നമ്മളെ തലച്ചോറിലെ ഈ നെർവുകളെ ബാധിക്കുന്നത് കൊണ്ട് പല ഈ സിന്തറ്റിക് ഡ്രഗുകളും നമ്മളെ ഓർമ്മശക്തിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിയും. 8 മണിക്കൂർ താഴെ വരുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ എന്ത് അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാലും 8 മണിക്കൂറിന് ശേഷം അത് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാൻ ആ കുട്ടിക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് അത്തരത്തിലുള്ള ഡ്രഗ്സുകളുടെ പ്രത്യേകത. ഫാം ഡ്രഗ്, റേപ്പ് ഡ്രഗ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് റോപ്പിൻഹോൾ എന്ന രീതിയിൽ നമ്മളെ നാട്ടിൽ വേറൊരു ചികിത്സ എടുക്കുന്നുണ്ട്. അതിന്റെ വിശദവിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അറിയാനുള്ള ഒരവസ്ഥയും ഇല്ല. ഇതാരും പഠിപ്പിച്ചു തരുന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. കുട്ടികളോട് പോയിട്ട് നമുക്ക് ഇതൊന്നും ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്താണ്, നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഓരോ രക്ഷിതാക്കളും മനസ്സിൽ പുകവലിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവൻ പുകവലിക്കുന്ന ആളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. മദ്യപിച്ചു കഴിഞ്ഞാലും അയാളുടെ സംസാരത്തില്, പ്രവൃത്തിയില്, അയാളെ സ്മെല്ലിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വലിക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വൃത്തികെട്ട ഒരു സ്മെല്ല് അവരിൽ നിന്ന് വരാനുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഈ ന്യൂ ജനറേഷൻ സിന്തറ്റിക് ഡ്രഗ് കടന്നു വരികയാണ്. ആർക്കും തിരിച്ചറിയാത്ത, ഒരു രുചിയുമില്ലാത്ത, ഒരു മണവുമില്ലാത്ത, ഒരു നിറവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ കടന്നു വരികയാണ്. കാരണം ഇത് കഴിച്ചാൽ ഇതിന് കഴിച്ചതായിട്ട് ആർക്കും മനസ്സിലാവില്ല. ഈ MDMA എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരും വീട്ടിലുള്ള ഗൃഹനാഥന്മാരും ഒക്കെ ആകുമ്പോൾ ഒരു ശ്രദ്ധിച്ചാൽ മതി. പഞ്ചസാരയുടെ പൊടി, ഉപ്പിന്റെ പൊടി, കൽക്കണ്ടീന്റെ പൊടി, അതിന്റെ ഒരു പേസ്റ്റ് പോലത്തെ രൂപം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രൗൺ കളർ കലർന്ന ഒരു കൽക്കണ്ടിയുടെ അല്ലെങ്കിൽ വെള്ളാരം കല്ലിന്റെ പൊടി ഇതുപോലെ നമ്മളെ പരിസരത്ത് കവറിൽ കാണുക. അതേപോലെ പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും തരികൾ കാണുക. ഒരു ഗ്രാമിന് ഏകദേശം 4000 രൂപയോളാണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. MDMA എന്ന് പറഞ്ഞാൽ മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയപ്പെടുന്ന സാധനമാണ്. അതിനെ തന്നെ ആ മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. ഏകദേശം കാഴ്ചക്ക് ഇതുപോലത്തെ സാധനം. ഇതുപോലെ നമ്മളെ വീടുകളിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ലൈറ്റ് കത്തണം. ഇതെന്തോ സാധനമാണ്, ഇത് പഞ്ചസാരയാണോ? നിങ്ങൾ ടേസ്റ്റ് നോക്കണ്ട, അതെന്താണ് എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല.